ഞങ്ങൾ പരിചയപ്പെടുത്താൻ പോകുന്നയാൾ ചില്ലറക്കാരിയൊന്നുമല്ല, ഒരു റൈഡറാണ്. തിരുവനന്തപുരം സ്വദേശി ഷൈനി. എല്ലാ എതിർപ്പുകളെയും മറികടന്ന് ആരും കൊതിക്കുന്ന നിരവധി റൈഡുകൾ നടത്തി അങ്ങനെ ഹാപ്പിയായി യാത്ര തുടരുകയാണ് ഷൈനി. ഞാൻ ഷൈനി, ഒരു തിരുവനന്തപുരം സ്വദേശിയാണ്. ഒരു കുഞ്ഞ് റൈഡർ എന്ന് പറയാം. കേരളത്തിലെ ഫസ്റ്റ് വിമൻ റൈഡിംഗ് ക്ലബ്ബായ ഡോൺലെസ് റോയൽ എക്സ്പ്ലോററിൻ്റെ ഫൗണ്ടറാണ്. ഇപ്പം ക്ലബ്ബ് ട്രിവാൻഡ്രം മുതൽ കാസർഗോഡ് വരെയുള്ള മിക്കവാറും ജില്ലകളിൽ സ്പ്രെഡ് ചെയ്ത് കിടപ്പുണ്ട്. ഒത്തിരി ലേഡീസിനെ മുന്നോട്ട് കൊണ്ടുവരാൻ, അതിനൊരു ചരിത്രം കുറിക്കാനൊരു ഭാഗ്യം കിട്ടിയത് തന്നെയാണ്. എൻ്റെ ലൈഫിൽ ഏറ്റവും വലിയ അച്ചീവ്മെൻ്റ് ഏതെന്ന് ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും, സ്ത്രീകൾക്കായിട്ട് ഒരു റൈഡിംഗ് ക്ലബ്ബ് തുടങ്ങി ചരിത്രം സൃഷ്ടിച്ചത് എൻ്റെ ഒരു വലിയ എഫേർട്ട് കൊണ്ടാണ്. ഷൈനിയുടെ സ്വപ്നം തുടങ്ങുന്നത് പക്ഷേ പതിറ്റാണ്ടുകൾ മുന്നെയാണ്, ഓടിക്കളിച്ചു നടക്കേണ്ട പ്രായത്തിൽ. ആക്ച്വലി എൻ്റെ UKG ക്ലാസ്സിലെ എൻ്റെ സ്വപ്നമാണ് ഇന്ന് ഞാൻ ഇതിൻ്റെ പുറത്തിരിക്കുന്നത്. എല്ലാവരും ചെറുപ്പത്തിലെ നഴ്സറിയിലൊക്കെ ഉള്ള കാണുന്ന സ്വപ്നങ്ങളൊക്കെ കുറച്ചുകൂടെയൊക്കെ വളരുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് മറന്നു പോകും. പക്ഷേ ഞാൻ മറന്നില്ല. കാരണം എന്നെ ഏറ്റവും കൂടുതൽ മൈൻഡിൽ വന്നത് ആ ബുള്ളറ്റിൻ്റെ ശബ്ദമായിരുന്നു. അപ്പോൾ ഞാൻ വളർന്നു വന്നതോടൊപ്പം തന്നെ എൻ്റെ സ്വപ്നങ്ങളും വളർന്നു വന്നു. ആ സ്വപ്നം നേടാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ 20ാമത്തെ വയസ്സ് വരെ കാത്തിരിക്കേണ്ടി വന്നു. എൻ്റെ 20ാമത്തെ വയസ്സിലാണ് ഞാൻ എൻ്റെ ആദ്യത്തെ റോയൽ എൻഫീൽഡിൻ്റെ വണ്ടി സ്വന്തമാക്കുന്നത്. സ്കൂളിൽ അത്ലറ്റും കോക്കോ പ്ലെയറുമായിരുന്നു. കോളേജിലെത്തിയപ്പോൾ താല്പര്യം ക്രിക്കറ്റിനോടായി. കേരള ടീമിലും അംഗമായിരുന്നു. സ്കൗട്ട്സ് ആൻഡ് ഗെയിംസിൽ രാഷ്ട്രപതിയുടെ അവാർഡും നേടി. ഷൈനിയുടെ യാത്രാ സ്വപ്നങ്ങൾക്ക് ചിറകു വിടർത്താൻ പ്രേരണയായത് കുടുംബമായിരുന്നു. ആക്ച്വലി എൻ്റെ 8ാമത്തെ വയസ്സ് മുതൽ എൻ്റെ വീട്ടുകാരെന്നെ ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ പഠിപ്പിച്ചവരാണ്. ഏറ്റവും വലിയ ഹീറോ ആരെന്ന് ചോദിച്ചാൽ ഞാൻ പറയാം എൻ്റെ അപ്പനും അമ്മയാണ്. ഈ പ്രായത്തിൽ എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ അമ്മയുടെ കുടുംബ വീട്ടിലോട്ട് പോകണമെങ്കിൽ 10-16 കിലോമീറ്റർ ഉണ്ട്. ഇത്രയും കിലോമീറ്റർ എന്നെ ഒറ്റയ്ക്ക് ബസ്സിൽ കയറ്റി വിടും. അന്ന് ഫോണില്ല, പിന്നെ കോണ്ടാക്ട് ചെയ്യാൻ ഒരു വഴിയില്ല. കയറിപ്പോയാൽ പോയത് തന്നെയാണ്. ആ ടൈമിൽ ഒറ്റയ്ക്ക് വിടാൻ കാണിച്ച എൻ്റെ അപ്പനും അമ്മയാണ് ഹീറോസ്. ബൈക്കും ബുള്ളറ്റും ഓടിക്കുന്ന പെൺകുട്ടിയെ കുത്തുവാക്കുകൾ കൊണ്ട് തളർത്താനാണ് നാട്ടുകാരിലെ പലരും ശ്രമിച്ചത്. ആദ്യ വെല്ലുവിളി നേരിട്ടത് 2000-ലാണ് എൻ്റെ ആദ്യത്തെ കല്യാണം. എൻ്റെ ലൈഫ് ആദ്യത്തെ കല്യാണത്തിന് 13 ദിവസമേ ഉണ്ടായിരുന്നുള്ളൂ. 13ാമത്തെ ദിവസം ഇനി ആ ജീവിതത്തിൽ അനുഭവിക്കേണ്ട എല്ലാം അനുഭവിച്ച് അവരെന്നെ വീട്ടിൽ കൊണ്ട് വിട്ടതാണ്. അപ്പോൾ 2 മാസം കഴിഞ്ഞിട്ടാണ് ഞാൻ അറിയുന്നത് ഞാൻ പ്രഗ്നൻ്റാണ്. അപ്പോൾ ആ ഒരു സമയത്ത് ഒരു പെൺകുട്ടി അനുഭവിക്കേണ്ട എല്ലാ വേദനകളും ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. നാട്ടുകാരും കുടുംബക്കാരും സമൂഹം എല്ലാം അറിഞ്ഞ് നടത്തിയ ഒരു കല്യാണമായിരുന്നു. ആ കല്യാണത്തിൽ നിന്ന് എൻ്റെ പോലും തെറ്റല്ലാതെ 13ാമത്തെ ദിവസം ഞാൻ വീട്ടിൽ വന്നിട്ട് ഇതേ സമൂഹവും ഇതേ ബന്ധുക്കളും ഇതേ നാട്ടുകാരും തന്നെ എൻ്റെ മേൽ ചുമത്തിയിട്ടുള്ള പഴികളെന്ന് പറഞ്ഞാൽ ഒത്തിരി ഉണ്ട്. അതെല്ലാം കേട്ടിട്ട് വന്നിട്ട് പിന്നെ 2007 അടുത്ത ഘട്ടമാണ് വണ്ടി ഓടിച്ചു എന്നുള്ള ഘട്ടം. തൻ്റെടി കുതിരപ്പുറത്തേറി അത് ചെറുപ്പം മുതലേ ഉണ്ട്, മൈൻഡ് ചെയ്യാറില്ലായിരുന്നു. പക്ഷേ ബൈക്ക് ഓടിച്ചപ്പം അത് കുറച്ചുകൂടെ കേട്ടു. അത് എൻ്റെ അടുത്ത് മാത്രം പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് വിഷമം വരത്തില്ല. ഈ നാട്ടുകാർ ചെയ്യണമെന്ന് വെച്ചാൽ പഞ്ചായത്തിൻ്റെ മെമ്പർ വരെ വീട്ടിൽ വന്നിട്ട് എന്നെക്കുറിച്ച് പരാതി പറയും, എൻ്റെ അമ്മയുടെ അടുത്തും അപ്പൻ്റെ അടുത്തും. അപ്പോൾ എന്താ തെറ്റ് ചെയ്തതെന്ന് വെച്ചാൽ അതാണ് ഏറ്റവും വലിയ കോമഡി. ഞാൻ ഗിയറുള്ള വണ്ടി ഓടിച്ചതാണ്. മുഴുവൻ സമയ റൈഡറുടെ കുപ്പായമിട്ടെങ്കിലും 2012 ജീവിതം വിധിയുടെ രൂപത്തിൽ വീണ്ടും ഷൈനിയെ പരീക്ഷിച്ചു. പുള്ളി പോയതിന് ശേഷം സത്യം പറഞ്ഞാൽ എനിക്ക് അത് നന്നായിട്ട് റൈഡ് ചെയ്യാൻ പറ്റും. ഞാൻ 22 എനിക്ക് തോന്നുന്ന ആദ്യത്തെ സ്പീറ്റി സോളോ പോകുന്നത് 2022ലാണ്. ഞാൻ അതേ വർഷം തന്നെ ഞാൻ ഉമിലിംഗ്ല പാസ് ഓപ്പൺ ചെയ്തത് ആ വർഷമാണ്. അതായത് വേൾഡിലെ ഹയസ്റ്റ് മോട്ടോറബിൾ റോഡ് 2022 ഓപ്പൺ ചെയ്യുന്ന ഉമിലിംഗ്ല. അത് കഴിഞ്ഞിട്ട് 23 വീണ്ടും ഞാൻ ഒരു സ്പീഡിയൂടെ പോയി എൻ്റെ മകനുമായിട്ട് ചേർന്നിട്ട്. ഇത്രയും കാലത്തെ യാത്രക്കിടയിൽ ജാർഖണ്ഡിൽ വെച്ചുണ്ടായ ഒരു ദുരനുഭവമല്ലാതെ മറ്റൊന്നും ഷൈനിക്ക് വെല്ലുവിളിയായിട്ടില്ല. ജീവിതത്തിൽ സമ്പാദ്യമായിട്ടുള്ളത് കണ്ടുതീർത്ത ഇടങ്ങളുടെ ഓർമ്മകളും അനുഭവങ്ങളും മാത്രം. എൻ്റെ റൈഡിങ്ങിൽ ഞാനിതുവരെ ചെയ്ത പെട്രോൾ മാത്രം നോക്കുകയാണെങ്കിൽ
എനിക്ക് ട്രിവാൻഡ്രം സിറ്റിക്കകത്ത് നല്ലൊരു വീടൊക്കെ വെച്ചിരിക്കേണ്ട പൈസ ഞാൻ കളഞ്ഞിട്ടുണ്ടാവും. പക്ഷേ എനിക്ക് ഒരിക്കലും അതിന് വിഷമമില്ല. ഞാൻ അതിൽ ഏറ്റവും സന്തോഷിക്കുന്ന വ്യക്തിയാണ്. കാരണം ഞാൻ എൻ്റെ ലൈഫ് ജീവിച്ചത് എനിക്ക് വേണ്ടിയിട്ട് കൂടെയാണ്. ഓരോരുത്തരും അവരുടെ ആഗ്രഹങ്ങളൊക്കെ കുഴിച്ചു മൂടിയിട്ട് ജീവിക്കുമ്പോൾ ഞാൻ എൻ്റെ മോൻ്റെ അടുത്ത് പറയുന്നൊരു പോയിൻ്റുണ്ട്. നിന്നെ നോക്കുന്നതിനോടൊപ്പം നിനക്ക് വേണ്ടിയിട്ട് ഞാൻ ജീവിക്കുന്നതിനോടൊപ്പം ഞാൻ എനിക്കും കൂടെ വേണ്ടിയിട്ടാണ് ജീവിക്കുന്നതെന്ന് എനിക്ക് പറയുന്നതിന് യാതൊരു മടിയില്ല. ദീർഘദൂര യാത്രകൾക്ക് ഷൈനിക്കിപ്പോൾ സ്പോൺസർമാരെ കിട്ടാറുണ്ട്. അല്ലാതെ സ്വന്തമായി അക്കാദമിയും മ്യൂറൽ പെയിൻറ്റിംഗ് ഒക്കെ ചെയ്ത് വരുമാനവും കണ്ടെത്തുന്നു. ഇവരെയൊന്നും പഠിപ്പിക്കാൻ വലിയ പാടൊന്നുമില്ല. ഒറ്റ കാര്യമേ ഉള്ളൂ, കോൺഫിഡൻസ് ഉണ്ടോ തീർച്ചയായിട്ടും നമുക്ക് ഏതൊരു പെൺകുട്ടിക്കും വണ്ടി പഠിക്കാൻ പറ്റും. അവിടെ ഹൈറ്റ് ഒരു ഇഷ്യൂ അല്ല, അവിടെ ആരോഗ്യം ഉണ്ടോ എന്നുള്ളൊരു ഇഷ്യൂ അല്ല. ഒറ്റ കാര്യം കോൺഫിഡൻസ് മാത്രമാണ്. ഞാൻ ആരെയും വണ്ടി പഠിപ്പിക്കുന്നതിനല്ല പൈസ മേടിക്കുന്നത്, ഞാൻ കോൺഫിഡൻസാണ് അവർക്ക് പറഞ്ഞു കൊടുക്കുന്നത്. ഈ പൈസ സമ്പാദിച്ചിട്ട് യാത്ര പോകാമെന്ന് വെച്ചാൽ ഒരു കാലത്ത് നടക്കത്തില്ല. അങ്ങനെ പൈസ സമ്പാദിച്ച് യാത്ര പോകണമെന്ന് പറഞ്ഞ ഒരൊറ്റ ആൾക്കാരെ ഞാൻ അവരിന്നും വരെ റൈഡ് ചെയ്യണത് ഞാൻ കണ്ടിട്ടില്ല. ഷൈനി ചേച്ചിയുടെ ഈ ജീവിതം കാണുമ്പോൾ എനിക്കൊരു ട്രിപ്പ് പോയാൽ കൊള്ളാമെന്നുണ്ട്. പറ്റുമെങ്കിൽ നാളെ തന്നെ ബ്യൂറോ ചീഫിന് ഒരു അവധി എഴുതി കൊടുത്ത് അങ്ങോട്ട് ഇറങ്ങണം. തിരുവനന്തപുരത്ത് നിന്നും വിപിൻ വേളിക്കൊപ്പം അജീഷ് ജയകുമാർ, 24. നമ്മളെന്തായാലും മുന്നോട്ട് വെച്ച ഈ റിപ്പോർട്ട് ഒരുപാട് പേർക്ക് പ്രചോദനമായിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുകയാണ്. ഷൈനി പറഞ്ഞ അതെ തീർച്ചയായിട്ടും ഷൈനി പറഞ്ഞ ഒരു വാക്ക്, ഒരു സെന്റൻസ് നമ്മളെ വല്ലാണ്ട് ആകർഷിച്ചിട്ടുണ്ട്. ഹഠാത് ആകർഷിച്ചു. അതെ, ഹഠാത് ആകർഷിച്ചു എന്ന് തന്നെ പറയണം. എന്താ, മകന് വേണ്ടി ജീവിക്കുന്നതിനൊപ്പം ഞാൻ എനിക്ക് കൂടി വേണ്ടിയാണ് ജീവിക്കുന്നതെന്ന് പലപ്പോഴും സ്ത്രീകൾ മറന്നു പോകുന്ന ഒരു കാര്യമാണ്. പുരുഷന്മാർ മറക്കുന്നില്ല എന്നല്ല, കൂടുതൽ നമ്മൾ ഈ എപ്പോഴും എടുത്ത് പറയുന്ന ഒരു കാര്യം.